ചുമയും നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫവും പെട്ടെന്ന് മാറാനായിട്ട് ഈ ഒരു സിമ്പിൾ ഹോം റെമഡി മതി കേട്ടോ. നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ചൊരു 5-6 ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സവാള എടുത്താലും മതി. ഈ ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ചെറിയ ഉള്ളിയുടെ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഈ ചെറിയ ഉള്ളി നമുക്ക് ഒരു കല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയാലും മതി. വെള്ളമൊന്നും ചേർക്കരുത്, ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഈ ഉള്ളി ചതച്ച് പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ നീര് മാത്രം വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കല്ലിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചതച്ച ഈ ഉള്ളിനെ കൈകൊണ്ട് ഇതുപോലെ എടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞ് ഈ ഉള്ളിയുടെ നീര് മാത്രമായിട്ട് എടുക്കാം. നമുക്ക് അധികം ഒന്നും നീര് കിട്ടത്തില്ല, ഒരു 1/2 സ്പൂണോളം നീര് കിട്ടും. ഇനി ഈ ബാക്കിയുള്ള ഉള്ളി നമുക്ക് എന്തെങ്കിലും കറിക്കോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഈ ഉള്ളി നീരിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ തേൻ. കുട്ടികൾക്കാണെങ്കിൽ 1 സ്പൂണ് തേൻ, വലിയവർക്കാണെങ്കിൽ 1/2 സ്പൂണ് തേൻ മതി. തേൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം രാവിലെ വൈകുന്നേരം ഈ കഷായം കുടിക്കുവാണെങ്കിൽ ചുമയും കഫക്കെട്ടും മാറിക്കിട്ടും.